എല്ലാവർക്കും ഒരു പുതിയ ദിനത്തിലേക്ക് സ്വാഗതം. ഇപ്പൊ എത്ര ദിവസമായി നമ്മള് മണാലി? അതെ 500 രൂപന്റെ ബേക്കില് 500 നമ്മള് കാണ്ടി. നമ്മളിപ്പോ മണാലി വന്നിട്ട് 3-4 ദിവസമായി. ഇപ്പൊ ഇവിടുന്ന് രാത്രി റിട്ടേൺ ആണ്. ബസ്സെല്ലാം ബുക്ക് ചെയ്ത് ഇപ്പൊ നമ്മളിന്ന് രാത്രി പോകും. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോന്നെ? ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാനും. സമയം 1 മണിട്ടാ. 1 മണിക്കാണ് എണീക്കുന്നുള്ളൂ. ഇങ്ങോട്ട് പോന്നെ നമ്മളിപ്പോ ഫുഡ് കഴിക്കാനാണ് ഗൈസ്. ജലദോഷം ഇവിടെ വന്നിട്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് എല്ലാവരും എന്താക്കുക കുറച്ച് ഗുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വന്ന് കാണിക്കേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് ചെയ്ത് വെക്കും. പിന്നെ അപ്പോൾ ഫുഡ് കഴിക്കാണ് പോരുന്നുണ്ടെങ്കിൽ ഐസൊന്നും പോയില്ല. ഐസാണ് ഫുൾ ഐസ്. ഇപ്പൊ ഞങ്ങൾ തിന്നാൻ പോകുന്ന ഫുഡ് ചൗമീൻ ചിക്കൻ ചൗമീനാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. നമ്മള് ചിക്കൻ ചൗമീൻ കഴിക്കുന്നത്. മത്തായി കഴിക്കുന്നത് മത്തായും ചിക്കൻ ചൗമീൻ. ആ നേരം 80 ഉറുപ്പ്യക്ക് നമ്മളെന്താവും? 80 അല്ലല്ലേ, 150 ഉറുപ്പ്യക്ക് മനസ്സും നിറയും, വയറും നിറയും, എല്ലാം നിറയും. എല്ലാവരും മനസ്സിറക്കാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ നിന്നല്ലേ ഞങ്ങൾ മുടി വെട്ടിയത്. 150 നാട്ടിലെ അതേ സെയിം റേറ്റ് ആവുന്നുള്ളൂ. 150 ആവുന്നുള്ളൂ. വൃത്തിയില്ല, വെട്ടുന്നതിന് വൃത്തിയില്ല, കൊളാക്കിയിട്ട് തന്നു. ചെറിയ പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾ നേരിട്ട. ഹെലികോപ്റ്റർ ഉണ്ട്. ഇതാണ് മോർണിംഗുള്ള മണാലി ടൗണ്. വളരെ ക്രൗഡാണ്. കസോളിൽ വെച്ച് എത്രയോ ക്രൗഡാണല്ലോ ഇവിടെ ആൾക്കാർ. കസോളില് എനിക്ക് തോന്നുന്നു ഞാള് മാത്രമേ ഉള്ളൂ. ഇവിടെ ഫുള്ള് ആൾക്കാരാണ്. आज भी इधर आया ये आदमी के पास खाना के लिए ഞങ്ങൾ ടെമ്പിൾ കാണാൻ പോന്നെ. ടെമ്പിൾ ആരല്ല റൂം കുത്തിരിക്കുന്നത്? അതില് ദിലുമോൻ, പിന്നെ കുട്ടമ്പത്ത്, ശിവിലി, ഷാഫി, ഗാഗണ്ടി, കുട്ടികളുള്ള ഗേൾ ഫ്രണ്ട്സ് ഉള്ള എല്ലാവരും റൂമിലാണ്. അവൾക്കൊന്നും കാണാൻ പൂതിയില്ല. അവൾക്ക് ഗേൾ ഫ്രണ്ട്സ് മതി. നമ്മളെന്ത് ചെയ്യുന്നത്? ഞങ്ങൾ പിന്നെ ട്രക്ക് ചെയ്തിട്ട് അമ്പലം കാണാൻ പോകുന്ന ഇവിടുത്തെ ഫേമസ്. അങ്ങനെ എത്തണേ അവിടെ ടെമ്പിളുള്ള കൊറേ നടന്ന് ഇത് ഇവിടെ വന്ന എല്ലാവരും കാണണമെന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ടെമ്പിളാണ്. സംഭവം വലിയ സംഭവം ഒന്നുമില്ല, എന്നാലും എല്ലാവരും കാണും വരും. വരും. പിന്നെ ആ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കാൻ ഇവിടെ ആട്ടോ. നമ്മള് ഫോട്ടോ എടുക്കുന്നില്ല എല്ലാവരും എന്തിനായിരുന്നു ഇതാണ് മാഷ്. ഇത് മാഷ് നമ്മളെ മുന്നേ പോയില്ലോ. മുന്നേ പോയാലോ മാഷിനെ ട്രെയിനിന് കിട്ടിയത്. പിന്നെ മുന്നേൻ്റെ കൂടിയാൽ കൂടി, പിന്നെ ഞാളോടിയായി. ഇപ്പൊ എല്ലാവരുടെ ഞാളോടി വന്നില്ലേ മോനെ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ ടീമിന്റെ എക്സ്പീരിയൻസ്? ഞങ്ങളുടെ ടീം എങ്ങനെയുണ്ട്? ഇത് മാഷാണ്, അറബിക്കിന്റെ മാഷാണ് അല്ലേ? കോളേജിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. ജലാലിയ കോളേജിലും അറബിക്കിന്റെ മാഷാണ്. ഞങ്ങൾ ടീമിന്റെ കൂടെ കൂടിക്ക് അല്ലെ. മുന്നേ കിടന്ന മാഷിനെ കിട്ടി എനിക്ക്. ഞാൻ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ കയറി എൻ്റെ ഇപ്പറോ പിന്നെ ഞങ്ങൾ കൂട്ടി ഒറ്റക്കാന്ന് പറഞ്ഞു. പൊളി മാഷാണ്, സെയിം വൈബാണ്. അപ്പൊ എല്ലാം പാക്കിങ്ങിലാണ്. നമ്മള് റൂം വെക്കേറ്റ് ചെയ്യാണ്. അതിലുണ്ട് ഇവിടെ മുമ്പുണ്ട്, ഷാഫിയുണ്ട്, മുഹമ്മദ് കെട്ടിക്കുണ്ട്. മത്തായി പറയാൻ നമ്മള് മണാലി വിട്ട് പോകാൻ പോവാണ്. മണാലി വിട്ട് പോകാൻ പറ്റും. മണാലി വിട്ട് പോവാണ്. നീ ഇങ്ങോട്ട് മണാലിക്ക് വരുമോ? ഞാൻ വരും. ഞാൻ കല്യാണം കഴിച്ചിട്ട് ഓളെ കുട്ടിയാൻ വരും. 100%. കുട്ടിയുടെ പേരെന്ന് പറയാൻ പറ്റും? കുട്ടിന്റെ പേര് ഞാൻ പറയും. ഫസ്റ്റ് അക്ഷരം അത് നമ്മൾ ആദ്യം ഓൾറെഡി എല്ലാവരും മത്തായി കൊണ്ട് ദുവായിരിക്കും. മത്തായിന്റെ കുട്ടി അല്ല കുട്ടി കെട്ടാൻ വേണ്ടി ഇപ്പൊ അടുത്തുണ്ടാവും മത്തായിന്റെ എൻഗേജ്മെന്റ്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം പ്രതീക്ഷിക്കാം. ഞാൻ ഗൾഫ് പോകുന്നതിന് മുമ്പ് എന്തായാലും എൻഗേജ്മെന്റ് ഉണ്ടാവും വിചാരിക്കുന്നത്. അപ്പൊ കുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ കുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ ബാപ്പാടും ഉമ്മാടും പറഞ്ഞ് റെഡിയാക്കാം. പക്ഷെ മത്തായ പൊതു തങ്കക്കുടം പോലെ ചെങ്ങായനെ കിട്ടൂല. അങ്ങനല്ല, വൈബ് ഉണ്ട്, പൈസക്ക് പൈസ ഉണ്ട്, ലുക്കിന് ലുക്ക് ഉണ്ട്. ഇത്രയും സൽസ്വഭാവില്ല, ഒരു ദുശീലമുള്ള സാധനം മത്തായില്ല. നമ്മള് അങ്ങനെ ചെയ്യുന്ന മതിട്ടോ മത്തായി എനിക്ക്. പക്ഷെ മത്താൻ പോലെ ക്യൂട്ടായിട്ടുള്ള ചെക്കനെ കിട്ടാണെങ്കിൽ പിന്നെ മോമോന് പറയാം. ഇതെല്ലാം കറങ്ങിട്ട്
ഇട്ടെടുക്കാന്നാ പോരേനോ അങ്ങോട്ട് വരുന്നതിന് ബേഗൊക്കെ ചെറുതായിരുന്നു, പോകുന്നതിന് വലുതാക്കി. എന്താ ഡിന്നർ? എന്താ ഡിന്നർ? അങ്ങനെ ഒന്നുമില്ല, കണ്ടൊക്കെ തിന്നിട്ട്. ബർഗർ ഉണ്ട്, നൂഡിൽസ്, ചായ്, മോമോസ്, അവിടെ കളിപ്പന്റെ കാന്താരയുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി എങ്ങോട്ടാ പോന്നെ? നമ്മൾ പഞ്ചാബിലേക്ക് പോയിക്കോട്ടെ. ആ സ്ഥലത്തിന്റെ പേരെന്തേനു? പഗ്വാര. ഇങ്ങോട്ട് വന്നിട്ട് കയ്യല്ലോ ഒരുത്ത നോക്ക് ബേക്കില് ഓന എപ്പം കുട്ടി കുട്ടി കുട്ടി. ട്രിപ്പ് വന്നാലും കുട്ടി, എവിടെ പോയാലും കുട്ടി. മത്തായിട്ട് പോയി എല്ലാം കുട്ടി മതി. എപ്പം നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ നമ്മളെത്തി പഞ്ചാബിലെത്തി. കുറച്ച് നടക്കാണ്ട്, നമ്മള് ഒരു 3 കിലോമീറ്റർ നടക്കാണ്ട് നമ്മൾ നബീലിന്റെ റൂമിലേക്ക് പോവാന്ന്. ഇപ്പൊ 3 കിലോമീറ്റർ ഒന്നും അവർക്കൊരു വിഷയമല്ലേ, കാരണം നടന്നു ശീലായില്ല കഴിച്ചു. അങ്ങനെ നമ്മൾ നബീലിനെ കണ്ടുകൂട്ടി. വണ്ടി എടുത്ത് പോയിട്ട് 3 വണ്ടി എടുത്ത് പോകുന്നുണ്ട്.